ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ 2-3 ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. നമ്മൾ പറഞ്ഞത് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നൊന്ന് വന്നതാണ് ഇൻട്രോ പറയാൻ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളൊക്കെ കണ്ടോ? എഗ് മേക്കർ കണ്ടോ? എഗ്ഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന, എഗ്ഗ് സ്ലൈസ് ചെയ്യുന്നത് അത് കണ്ടോ? നല്ലതല്ലേ? നമ്മൾ എത്ര നൈഫ് കൊണ്ട് കട്ട് ചെയ്താലും മഞ്ഞക്കരു മുറി. നമ്മളെന്ന് പറയാൻ ഞാൻ ചെയ്യുമ്പോൾ മഞ്ഞക്കരു ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരെണ്ണത്തിൻ്റെ 2 പീസാക്കിയാലും ആ മഞ്ഞക്കരു ചിലപ്പോൾ പോകും. പക്ഷേ ഇതിങ്ങനെ നമ്മളിതിൽ ചെയ്തിട്ട് ആ മഞ്ഞക്കരു ഒന്നും അങ്ങനെ പോയിട്ടേ ഇല്ല. ഞാൻ കുറേ നാൾ കൊണ്ട് ചിന്തിച്ചതാണ് ഇത് വാങ്ങിക്കണമെന്ന്. പിന്നെന്തുവാ, പിന്നെ ഞാനേ അതിപ്പോൾ ഉള്ളയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ പിള്ളേരെ, ഒരു യൂത്ത് പിള്ളേർ ഈ പെപ്സി ഇങ്ങനെയുള്ള ബോട്ടിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. പിന്നെ കൂടുള്ളവർ ചിലപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുമ്പം അവർ കൂടുള്ളവർക്ക് അവർ തമ്മിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുടിക്കുന്നതാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഇപ്പം എന്നോട് ഒരാൾ പറയുകയും ചെയ്ത്, പിന്നെ ഞാനത് കേൾക്കുകയും ചെയ്തു. അപ്പം ഞാൻ ചിന്തിച്ചു ചോത്താണ് ചൂട് കാരണം പിള്ളേരങ്ങനെ കുടിക്കുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കവേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടൂടെ താഴെ ഇങ്ങനെ ഇരുന്നുണ്ട് നടന്നിട്ട് വന്നിട്ടേ. അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ പിള്ളേർ ഇതുപോലെ ബോട്ടിലും കൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നു. പെപ്സിയാണോ എന്തോന്നറിയത്തില്ല, ഒരു തണുത്ത് വന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുള്ളവർക്കും കൊടുക്കുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഭാബി നിനക്കിതറിയാമോ ഇതെന്തുവാന്ന്? ഇതിൻ്റെ അകത്ത് ഇവരെ പോയായിരുന്നു. നിനക്കിതറിയാമോ ഇതിൻ്റെ അകത്തെ ഈ പിള്ളേർ എന്തോ ബിയറോ അങ്ങനെയുള്ള എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഇത് ചേർത്ത് അവർ മിക്സ് ചെയ്ത് കുടിക്കുന്നത്. ഞാൻ പൊടി നമ്മുടെ അല്ല ഭാവി. അപ്പം എനിക്ക് അന്നേരം ഞാൻ ഈ കഴിഞ്ഞ ഹോളി ഉണ്ടല്ലേ, ഹോളി സമയത്ത് ഇങ്ങനെ ഈ ഹോളി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് 2 മണിയാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആൾക്കാരിങ്ങനെ നടക്കില്ല. അപ്പം ഞാനും ശ്രദ്ധിച്ച് നടക്കുന്ന കണ്ടിട്ട് ഇത്തിരി പ്രായമുള്ള, ഇത്തിരി യങ്ങായിട്ടുള്ള ആണുങ്ങളാണ് ഇങ്ങനെയൊക്കെ കിറിഞ്ചി നടക്കുന്നത്. അവരും ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ കുടിക്കുന്നുണ്ട്. ഇനി ഉള്ളയാണോന്ന് അറിയത്തില്ല. അവളിങ്ങനെ പറഞ്ഞു. ഞാൻ പറയാം, നമ്മൾ കാണാതെ പറയാനൊക്കത്തില്ലല്ലോ. ഇപ്പം ചൂടായതുകൊണ്ട് പിള്ളേർ നേരം അവൾ പറഞ്ഞു, ഇപ്പോഴല്ല ഭാവി, തണുപ്പ് സമയത്തും ഇങ്ങനെ ചില പിള്ളേരിങ്ങനെ കുടിച്ച റോഡിൽ കൂടെ നീ കണ്ടിട്ടില്ലേ എപ്പോഴും ഇങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. അപ്പോൾ ഈ 2-3 ആഴ്ചയ്ക്ക് മുമ്പിട്ട് ഞാനും റീച്ചാനോടെ വെളിയിൽ എന്തിനോ പോയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ റീച്ചാൻ സാധനം വാങ്ങിക്കണം. മെഡിക്കൽ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ ആ മെഡിക്കൽ സ്റ്റോറിനോട് ചേർന്ന് ഇങ്ങനെ ഈ പിന്നെ തണുത്ത ഡ്രിങ്ക്സ് ഉണ്ട്, പിന്നെ ബ്രെഡ്, അങ്ങനെയുള്ള പാല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേൾപ്പുണ്ട്. അപ്പം 2 കൊച്ചന്മാരിങ്ങനെ വന്നിട്ട് പറയാ, എടാ നമുക്ക് ഇത് വാങ്ങിയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ബിയർ കലക്കാന്ന്. ഇനി ഉള്ളയാണോ അവൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനത് കേട്ട് ഞാനപ്പോൾ ഒന്ന് നോക്കിയാ കൊച്ചനെ, ഒരു 15, 16, 17 വയസ്സ് കാണും, അത്രേ ഉള്ളു. അത് സംഭവം ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ അടുത്ത് ഞാനിത് പറഞ്ഞത് കേട്ടോ. ഉള്ളയോന്നോന്ന് അറിയത്തില്ല. ഇപ്പം വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യും. നോക്കുമ്പം തണുത്ത കുടിക്കുന്നത്, പക്ഷെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിക്സ് ചെയ്തോടെ കുടിക്കുമെന്നൊന്നും ആർക്കറിയാം. കാലം ഇപ്പോഴത്തെ അങ്ങനെയുള്ള കാലമാണ്. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോന്ന്, ചൂടുമായിട്ടൊക്കെ അങ്ങ് പോകുന്നു. ഇപ്പോൾ ചൂടിന് ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നോട് ഒരു കമൻറ്റ് പറഞ്ഞാൽ, മീന പറഞ്ഞാൽ, വിജി കുറച്ച് 10-15 മിനിറ്റ് യോഗ ചെയ്യാൻ പറഞ്ഞു. അയ്യോ, എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എല്ലാം നമുക്ക് തരണം ചെയ്ത് പോകാം. ഞാൻ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇത് വാങ്ങിച്ചെന്ന്. എന്നോട് പലരും പറഞ്ഞ് സബ്ജ സീഡ്, ചിയ സീഡ് ഇതൊക്കെ വെള്ളത്തിയിട്ട് കലക്കി കുടിച്ചാൽ പോലും. പിന്നെ നമ്മുടെ പഞ്ഞിപ്പുല്ല്, അതെ, ഇതെന്ന് പറയുന്നത് ഗോന്ത് കതീറ. ഞാൻ ഇന്നാളി പറഞ്ഞില്ലേ, ഇങ്ങനെ ഞാൻ കണ്ടു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ ഈ ലഡു ഉണ്ടാക്കാൻ വാങ്ങിച്ച ഗോന്തുണ്ടായിരുന്നു. അതാണെന്നും പറഞ്ഞ് അതെടുത്ത് ഞാൻ വെള്ളത്തിയിട്ട് രാത്രി മൊത്തം വെള്ളത്തിയിട്ടിട്ട് നേരം വെളുത്തിട്ടും അത് ഇതായില്ല, ജെല്ലി പോലെ ആയില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് പറഞ്ഞത്, അത് 2ഉം 2ആണ്, ഇത് ഈ ജെല്ലി ആവുന്ന ഗോന്ത് കതീരയാണ്. അത് ഞാനങ്ങനെ വാങ്ങിച്ചു. ഉള്ള നല്ല ജെല്ലി പോലൊക്കെയായി.
ഞാനത് ഇപ്പോൾ 2 ദിവസമായി ഉപയോഗിക്കുന്നുണ്ട്. നോക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്തോണ്ടേ പോളു എന്ന് പറഞ്ഞില്ലേ മമ്മി, ഇനി ഉണ്ടാക്കുമ്പം ടൊമാറ്റോ സോസ് കൂടെ ഇട്ട് ഉണ്ടാക്കണേന്ന്. അപ്പം ഞാൻ ചിന്തിച്ച് ഇനി മറക്കാതെ കയ്യോടെ ഇന്നങ്ങ് ടൊമാറ്റോ സോസും പിന്നെ നമ്മുടെ ഗ്രീൻ ചട്നിയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇതാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിന്നെ ഇത് കഴിച്ചില്ല, ഞങ്ങളിത് അപ്പമായിരുന്നല്ലേ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുട്ട ഞാൻ ഇന്നലെ ഞാൻ സാധാരണ ഇവിടെ കിടക്കുമ്പോൾ അറിയിച്ചാൽ ചിലപ്പോൾ വരുമ്പോൾ 1 മണിയൊക്കെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുട്ട അങ്ങ് പുഴുങ്ങിയിട്ടിരുന്നു. അപ്പം രാവിലെ അത് നന്നായിട്ട് തണുത്ത് പെട്ടെന്ന് പൊളിക്കാൻ പറ്റും. ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ്, എന്തിനും അതിൻ്റേതായ ഈ മനുഷ്യർ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പം ഈ ഓൺലൈനിൽ കൂടുതലും മീഷോയിൽ ഈ ആഡ് കാണുന്നത്. ചില കപ്പുകളൊക്കെ കണ്ടാൽ നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് എത്ര പാത്രങ്ങൾ കിട്ടിയാലും മതി വരത്തില്ലല്ലേ. എൻ്റെ കയ്യിലാണെങ്കിൽ കപ്പുകൾ ഡസൻ കണക്കിന് ഗ്ലാസ്സുകളുണ്ട്. പിന്നെ ഓരോന്ന് കാണുമ്പം ചിന്തിക്കും, കഴിച്ചാൽ പറയും ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് എവിടെ വെക്കാനാ. പിന്നെ നമുക്ക് ചിന്തിക്കും, ഇതുകൂടെ ഒന്ന് വാങ്ങിച്ചാൽ കൊള്ളായിരുന്നല്ലോ. കാണാൻ അത്രയ്ക്കും നമ്മളെ അങ്ങ് ആകർഷിക്കുന്ന രീതിയിലുള്ള ഓരോന്നാണ് ഓരോ ആടുകൾ വരുന്നത്. അപ്പോൾ നിന്ന് ഞാൻ ഒരു ടിഫിൻ്റെ അകത്ത് കൊടുത്തു ഇടുന്നത് കോണാണേ. അപ്പോൾ ഈ കോണെന്ന് കേൾക്കുമ്പോഴേ ഇല്ല, പണ്ടുള്ളവർ പറയത്തില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇത് കാണുമ്പോഴേ എനിക്ക് പണ്ടില്ലേ കോൺ ഞാൻ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരുന്ന സമയത്തൊരെണ്ണം വായിലിട്ട് അതിൻ്റെ കൂർത്ത വശം തൊണ്ടയിലെങ്ങാണ്ട് ഉരുങ്ങി എനിക്ക് ശ്വാസം കിട്ടാതൊക്കെ ആയത് എൻ്റെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ആരെങ്കിലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ തേങ്ങ തിരുമ്മുമ്പോഴാണെങ്കിലും ഒന്ന് വായിലോട്ടിടും. ഞാൻ അങ്ങനെ ക്യാരറ്റ് അരിവാണെങ്കിലും ഒന്ന് വായിലോട്ടിടും. അപ്പോൾ കോണും പൊളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരെണ്ണം വായിലിട്ട് തൊണ്ടയിലെവിടെയോ ഇടുന്ന എനിക്ക് ശ്വാസനാളത്തിലെങ്ങാണ്ട് പോയി അത് കൊണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടി. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞെടാ, തിന്നുന്ന സമയത്ത് എന്തെങ്കിലും നാക്കയിൽ എന്തെങ്കിലും ഉഴപ്പി വരുവാണെങ്കിൽ അതങ്ങ് തുപ്പിക്കളയണം, ഇറക്കരുതെന്ന് പറഞ്ഞു. അവനാന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഞാൻ ഇവൻ കോളേജിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ വാട്സപ്പ് മെസ്സേജിൽ വോയിസ് മെസ്സേജ് ഇട്ട് എനിക്കങ്ങ് ടെൻഷനാണ്. ഈ പിള്ളേരുടെ കാര്യമല്ലേ. ഞാൻ പറഞ്ഞെടാ, ഒന്നുകൂടെ ഞാൻ വീണ്ടും പറയുക, തൊണ്ടയിലെങ്ങാണം എന്തെങ്കിലും ഒന്ന് തടയുവാണെങ്കിൽ അത് ഇറക്കാൻ നോക്കല്, തുപ്പിക്കളയണമെന്ന്. 2 രൂപയ്ക്ക് കിട്ടിയത് പ്രാവശ്യം ഇങ്ങനെയുള്ള ഉരുളൻ കിഴങ്ങ, അപ്പം ബേബി പൊട്ടറ്റോ. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു കറി വയ്ക്കാം. ഇതിപ്പോൾ വീഡിയോയിൽ കൂടെ ഒത്തിരി വലുതായിട്ട് തോന്നുന്നു. 1-2 വലുതായിരുന്നു, ബാക്കിയെല്ലാം നെല്ലിക്കാട് അത്രയേ ഉള്ളതാണ്. അപ്പോൾ ഇവിടങ്ങളിലുള്ളവരൊക്കെ അത് മുഴുവനെ ഇട്ട് ചപ്പാത്തിക്ക് കറിയൊക്കെ ഉണ്ടാക്കും, കൂട്ടാനും സബ്ജിയൊക്കെ ഉണ്ടാക്കും. അപ്പം ഞാനത് ഇന്ന് അത് ഉണ്ടാക്കാൻ കാര്യം, ഇതുപോലെ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് എന്തോ വാങ്ങിച്ചോണ്ട് എന്തോത്തിൻ്റെയോ കൂടെ ഈ നമ്മുടെ വൈറ്റ് ചനയുണ്ടല്ലേ, അത് ചോല, അത് പിന്നെ കുക്ക് ചെയ്തത് ഇങ്ങനെ പാക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടിയത്, അത് കറിക്കകത്തെങ്ങാണം അങ്ങനെയുള്ള ഒരു പാക്കറ്റ് കിട്ടിയായിരുന്നു. ഞാൻ ചിന്തിച്ചെന്നാൽ ഇങ്ങനെയുള്ള ഇന്നുണ്ടാക്കി പൊട്ടറ്റോ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇടാമെന്ന്. അത് സത്യം പറഞ്ഞാൽ ഞാനത് കറി വയ്ക്കാൻ നേരം ഞാനതൊന്ന് മറന്നുപോയി. പിന്നെ സവാളയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി തൈരൊന്ന് ഉടച്ചെടുത്തായിരുന്നു മോരുകറിക്ക് വേണ്ടി. അപ്പം നമ്മുടെ ബേബി പൊട്ടറ്റോ ഉണ്ടാക്കാനായിട്ട് പിന്നെ കടായി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒരു 2 വലിയ സവാള, പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ, ഒരു 2-3 അല്ലി വെളുത്തുള്ളി കീറിയത്, അത് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ടൊമാറ്റോയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ഇട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇതിലേക്ക് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഉരുളൻകിഴങ്ങ് കുക്കറിലൊന്ന് പുഴുങ്ങിയെടുത്തായിരുന്നേ.
അപ്പോൾ ഞാനതൊന്ന് ഇച്ചിരി കീറിയിട്ടുണ്ട്. മുഴുവനെ ഇടാൻ എനിക്കൊരു വല്ലാതെ മീൻസ് മുഴുവനെ ഇട്ടാലേ ഒരു രസമുള്ളൂ, ടേസ്റ്റുള്ളൂ. പക്ഷേ ഞാനങ്ങ് കീറിയെന്നേ ഉള്ളൂ. അപ്പം ഞാനിതിൻ്റെ അകത്ത് നമ്മുടെ കടലയും കൂടെ ഇടാനായിട്ട് ഇരുന്നതാണ്, അത് മറന്നുപോയി. ഇപ്പം ഞാൻ ഒത്തിരി ചാറായിട്ടെടുത്തില്ല, ചപ്പാത്തിക്ക് തിന്നാനായിട്ട് ഇങ്ങനെ ഇച്ചിരി ഒന്ന് കുഴമ്പ് രൂപത്തിലെടുത്തത്. അപ്പം നമ്മുടെ ബേബി പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഡാഡിക്ക് ചപ്പാത്തി കൊടുക്കട്ടെ. അന്നേരം നമ്മുടെ ചപ്പാത്തി ആൻറ്റി ഉണ്ടാക്കുന്ന ചപ്പാത്തി കാണണം. അതാണ്ട് ഇങ്ങനെ ഒത്തിരി കട്ടി കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചുരുട്ടുമ്പോൾ അങ്ങ് ചുരുളും. ഞാനുണ്ടാക്കുന്ന ചപ്പാത്തി ചുരുട്ടുമ്പം അങ്ങനെ ചുരുളത്തില്ല, അത് മുരിഞ്ഞതായിട്ട് ഒടിഞ്ഞു വരും. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ് ആൻറ്റി ഉണ്ടാക്കുന്നത്. ആൻറ്റി ഇതിൽ പഞ്ചസാരയും ചേർക്കും, കാരണം ആ ചപ്പാത്തിക്ക് ഇത്തിരി മധുരം പോലുണ്ട്. ചില സമയത്ത് ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ തോരൻ വെക്കാനായിട്ട് പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു, നമ്മുടെ ഒടിയൻ പയറേ. അപ്പോൾ ഇപ്പം 2 പ്രാവശ്യം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം വെച്ച പയർ തോരനും നല്ല ഒരു സൈസ് നമ്മുടെ നാട്ടിലത്തെ നാടൻ പയറിൻ്റെ ടേസ്റ്റായിരുന്നു. അങ്ങോട്ട് കുറയത്തും ഇല്ലായിരുന്നു, അവിഞ്ഞു പോകത്തില്ലായിരുന്നു. ചിലതാണെങ്കിൽ അങ്ങനെയുള്ള പയറാണെങ്കിലും വെള്ളം നമ്മൾ ഒഴിച്ചില്ലെങ്കിലും അവിഞ്ഞിരിക്കും. ഇതിന് ഞാനങ്ങനെ വെള്ളം ഒഴിക്കാറില്ല, ചിലപ്പോൾ ഒരു സ്പൂണെങ്ങാനും ഒഴിക്കും, അതേ ഉള്ളൂ. അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി. ഇന്ന് തിരിച്ചാണ് ചെയ്തത്. എന്നും ഞാൻ ചെയ്യുന്നത് പയറിൻ്റെ അകത്ത് തന്നെ ഇതെല്ലാം ഇട്ട് ഞെവിടിയിട്ട് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ എല്ലാം വഴറ്റി ലാസ്റ്റിൽ പിന്നെ പയറൂടെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇനി ഉപ്പൂടിട്ട് ഇളക്കി അതവിടെ അടച്ചിട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ പയർ തോരനൂടെ റെഡിയായ ഉച്ചക്കത്തേത് പിന്നെ റെഡിയായി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മീൻ മസാല പുരട്ടി വെച്ചായിരുന്നല്ലേ, അതെടുത്തൊന്ന് വറക്കണം, അതുകൂടെ ഉള്ളു ഇനി. അപ്പം ഞാനൊരു സ്വല്പം ഈ തവിക്കകത്ത് ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ചീനച്ചട്ടിയിൽ അടിക്ക് പിടിച്ചതുകൊണ്ട്. അപ്പം ഇനി മോരിനൂടെ ഒന്ന് കടു വറക്കട്ടെ. അന്നേരം നമ്മൾ ഈ മീൻ വറക്കുമ്പോഴേ ചില സമയത്ത് ഞാനിങ്ങനെ ഈ മീൻ വറക്കുന്നുണ്ടേ തിരിച്ചിടാൻ നോക്കുന്നുണ്ടേ അടിക്കൊന്ന് പിടിക്കുന്നത് പോലെ തോന്നും, അത് മീൻ പൊടിയാൻ തുടങ്ങും. അപ്പം ഞാൻ എന്തോ ചെയ്യുമെന്നോ തീ അങ്ങ് ഓഫാക്കും. ഒരു സൈഡ് നമുക്ക് മൊരിഞ്ഞെന്നറിയാമല്ലോ, പിന്നെ അങ്ങ് തിരിച്ചിടേണ്ട സമയമാകുമ്പോൾ ഞാനങ്ങ് തീ ഓഫാക്കി പാൻ നന്നായി തണുത്തതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് നോക്കേ. ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അത് നമുക്ക് അടിപൊളിയായിട്ട് തിരിച്ചിടാൻ പറ്റും, ഒന്നും പൊടിഞ്ഞും പോകത്തില്ല. അപ്പോൾ അതൊന്ന് എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചതാണേ. അപ്പോൾ ഈ ട്രിക്കൊന്ന് നിങ്ങൾ ചെയ്യണേ, മീൻ പൊടിഞ്ഞു പോകത്തേ ഇല്ല. നമുക്ക് നന്നായിട്ട് പാൻ തണുത്തതിന് ശേഷമേ തിരിച്ചിടാവേ. അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ അച്ചാർ ഞാൻ ഇന്നിനിയും കുറച്ച് വെളിയിൽ വെച്ചിട്ട് ബാക്കി അങ്ങ് ഡബ്ബയിലാക്കി. കാരണം നല്ല ചൂടല്ലേ, മാങ്ങയൊക്കെ ഇരുന്നങ്ങ് അവിയും. അതുകൊണ്ട് ഞാനിതങ്ങ് ഫ്രിഡ്ജിൽ വെക്കട്ടെ. കാരണം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നല്ലേ. അപ്പം ഞാനിത് തീ ഓഫാക്കി ഇട്ടിട്ട് ഇപ്പോൾ തിരിക്കാൻ അതിനെ പാൻ ഇച്ചിരിയും കൂടെ ഒന്ന് തണുക്കാനുണ്ട്, അത് അതിൽ നിന്ന് വിട്ട് വരുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണ് അത് ഒന്ന് തിരിച്ചിടാൻ വന്നത്. അപ്പം ആ സ്പാച്ചുലയും കൊണ്ട് ഒന്ന് തിരിക്കാൻ നോക്കിയിട്ടും അതങ്ങോട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ ഇതുപോലുള്ള ഒരെണ്ണം എടുത്ത്. അപ്പോൾ എനിക്കും പ്രൈസനുമാണ് ഈ തലയുള്ളത്, അവർക്ക് പൂർമോനും അപ്പച്ചനും തലയില്ലാത്തതാണ്. അപ്പോൾ ഒരെണ്ണം ഞാനില്ല 5 പേരെന്നുള്ള കണക്കിൽ എപ്പോഴും അങ്ങ് ഇടും. ഞങ്ങൾ 4 കഴിക്കത്തുള്ളൂ മീൻ, റേച്ചാൻ കഴിക്കാറില്ല. ഒരെണ്ണം എക്സ്ട്രാ ആയിപ്പോയി. അപ്പോൾ ഞാൻ ഓഫാക്കി ഇട്ടേക്കുവാണേ, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിടാം. ഇപ്പോഴും തണുത്തില്ല പാൻ, അതുകൊണ്ട് ഇപ്പം നന്നായി തണുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാൻ നോക്കേ, ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് തിരിച്ചിടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും.
അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.